നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മൂന്നാറിൽ തൃശൂർ സ്വദേശികളായ ബൈക്ക് യാത്രക്കാരായ അമ്മയ്ക്കും മകനും നേരെ കാട്ടാന ആക്രമണം. ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വെണ്ടൂർ സ്വദേശിനി ഡിൽജിയെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മകൻ ബിനിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മുല്ലശ്ശേരി പൂച്ചക്കുന്നിൽ ടിപ്പർ ലോറി ഇടിച്ച് ലോട്ടറി വിൽപ്പനക്കാരൻ മരിച്ചു. പൂച്ചക്കുന്ന് സ്വദേശി പെരുവല്ലൂർ വീട്ടിൽ 75 വയസ്സുള്ള ശങ്കുണ്ണിയാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. ആനയെന്നുള്ളിപ്പിനെ കടുത്ത നിയന്ത്രണങ്ങൾ നിർദ്ദേശിക്കുന്ന കേരള ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തത് ഉത്സവങ്ങൾ തടസ്സപ്പെടാതിരിക്കാനാണെന്ന് സുപ്രീം കോടതി. 3 മീറ്റർ അകലം പാലിക്കണമെന്ന് ആനകളോട് എങ്ങനെ നിർദ്ദേശിക്കാനാകുമെന്നും സുപ്രീം കോടതി. കുന്നംകുളം പഴുന്നാനയിൽ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ 2 പേർക്ക് കുത്തേറ്റു. പഴുന്നാന സ്വദേശികളായ വിഷ്ണു, ഉദയൻ എന്നിവർക്കാണ് കുത്തേറ്റത്. പേരാമംഗലത്ത് കാറിന്റെ ചില്ല് തകർത്ത് 7 ലക്ഷത്തോളം രൂപ കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കവർച്ചയ്ക്ക് പിന്നിൽ 2 അംഗ സംഘമാണെന്ന് സൂചന. കുറ്റിയങ്കാവ് പൂരത്തിനിടെ വയോധികയുടെ സ്വർണ്ണമാല 2 സ്ത്രീകൾ ചേർന്ന് മോഷ്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. മുണ്ടത്തിക്കോട് സ്വദേശിനി മാരാത്ത് വീട്ടിൽ കമലാക്ഷിയുടെ 2 പവന്റെ സ്വർണ്ണമാലയാണ് മോഷ്ടിച്ചത്. പകുതി വിലയിൽ ഇലക്ട്രിക് സ്കൂട്ടർ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ മാളയിൽ 1 കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. ഇതോടെ മാളയിൽ 3 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. പുഴയ്ക്കലിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. തൃശൂർ കുറ്റിപ്പുറം റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെയാണ് കുരുക്ക് രൂക്ഷമായത്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പാവറട്ടി സ്വദേശി പോന്നൂർ വീട്ടിൽ കൊച്ചന്തോണി മകൻ 47 വയസ്സുള്ള ആന്റണിയാണ് മരിച്ചത്. പടിഞ്ഞാറെ വെമ്പല്ലൂരിലെ മാലിന്യ സംഭരണ കേന്ദ്രം മാറ്റി സ്ഥാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SN പുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സത്യാഗ്രഹ സമരം നടത്തി. KPCC സെക്രട്ടറി A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി കൂട്ടായ്മയായ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം ദുബായ് ചാപ്റ്റർ നിർമ്മിച്ചു നൽകുന്ന 4ാമത് സ്നേഹവീടിന്റെ താക്കോൽദാനം ശനിയാഴ്ച നടക്കും. ചിറ്റണ്ടയിലുള്ള അഷ്റഫിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. കാട്ടൂരിലെ ആദ്യകാല കോൺഗ്രസ് നേതാവായിരുന്ന MC താമി ചരമവാർഷിക ദിനാചരണം നടത്തി. പൊഞ്ഞനത്ത് താമിയുടെ പത്നി കാളി ഛായാചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ചു. നവീകരിച്ച ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ കൂദാശ കർമ്മം നടന്നു. മോറാൻ മാർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ കുട്ടികളുടെ സിനിമയായ മോണോ ആക്ടിന്റെ വിജയാഘോഷം എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടന്നു. എരുമപ്പെട്ടിയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ച സിനിമയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് റോയ് തൈക്കാടനാണ്. തൃക്കൂർ മടത്തിച്ചിറ മതിക്കുന്ന് പാടശേഖര സമിതിയുടെ സഹകരണത്തിൽ തരിശുഭൂമിയിൽ ചെയ്ത നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡൽട്ട് ടിങ്കറിംഗ് ലാബ് എക്സ്പോ നടന്നു. PTA പ്രസിഡന്റ് സിജോ ജോയ് ചിറക്കേക്കാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. അമിതമായി വർദ്ധിപ്പിച്ച ഭൂനികുതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കയ്പമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് ധർണ നടത്തി. DCC സെക്രട്ടറി KF ഡൊമിനിക് ധർണ ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി പഞ്ചായത്തിന്റെ വികസന സെമിനാർ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം 3 പീടിക GMLP സ്കൂളിന്റെ വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഇസ്ഹാഖ് പുഴങ്കരയിലെത്ത് അധ്യക്ഷനായി. തൃശൂർ DIG ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. നിരവധി പേർക്ക് പരിക്കേറ്റു. മാളയിൽ നടന്ന ഡിസോൺ കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രതികളായ SFI പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. കൊടകരയിൽ അടച്ചിട്ട വീട്ടിലെ കവർച്ചയിൽ നഷ്ടപ്പെട്ടത് 8 പവൻ മാത്രമെന്ന് പോലീസ്. പെരിങ്ങാംകുളത്തുള്ള രാധാകൃഷ്ണന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. 53 പവൻ നഷ്ടപ്പെട്ടതായാണ് ആദ്യം പറഞ്ഞിരുന്നത്. 45 പവൻ സ്വർണം വീട്ടിലെ ലോക്കറിൽ നിന്ന് കണ്ടെത്തി.
മതിലകത്ത് മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ ഒരാൾ പിടിയിൽ. പുതിയകാവ് സ്വദേശി പുഴങ്കരയിലെത്ത് സിദ്ദിഖാണ് അറസ്റ്റിലായത്. കുരീച്ചിറ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ ജില്ലാ പുരസ്കാര വിതരണം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി പഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്ക് വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തു. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റെജീന വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രൗഡ് കേരള സംഘടിപ്പിക്കുന്ന ലഹരിമുക്ത കേരളം ക്യാമ്പയിന് തൃശൂരിൽ തുടക്കമായി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ സഹകരണത്തോടെ ദേവമാതാ സ്കൂളിൽ നടന്ന ക്യാമ്പയിൻ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനോടുള്ള അധികാരികളുടെ അവഗണന തുടരുന്നു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രഖ്യാപനം ഇത്തവണയും കേന്ദ്ര ബജറ്റിൽ ഉണ്ടായില്ല. കാറളം പുല്ലത്തറയിൽ മരത്തിൽ കുടുങ്ങിയ ആളെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. പുല്ലത്തറ സ്വദേശി മഞ്ഞനംകാട്ടിൽ വീട്ടിൽ രാമകൃഷ്ണനെയാണ് ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത്. രാത്രികാല ട്രോളിംഗിലൂടെ തീരക്കടലിലെ മത്സ്യസമ്പത്ത് നശിപ്പിക്കുന്നതിനെതിരെ സംയുക്ത മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നാട്ടിക മത്സ്യഭവനിലേക്ക് മാർച്ച് നടത്തി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മലയാറ്റൂർ വനം ഡിവിഷനു കീഴിലുള്ള എവർഗ്രീൻ ഫാഷൻ പരിധിയിൽ ആനക്കുട്ടിയുടെ ജഡം കണ്ടെത്തി. ഏകദേശം 1.5 വയസ്സുള്ള കുട്ടിയാനയാണ് ചെരിഞ്ഞത്. തൊയക്കാവ് RCUP സ്കൂൾ വാർഷികം ആഘോഷിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. മച്ചാട് മാമാങ്കത്തിന് ഇനി 4 നാൾ. പുന്നമ്പറമ്പ് വിഭാഗമാണ് ഇത്തവണ മാമാങ്കത്തിന് നേതൃത്വം നൽകുന്നത്. നാളെ മാമാങ്കം പറപ്പുറപ്പാട് നടക്കും. സംസ്ഥാനത്ത് നല്ല മത്സ്യം എത്തിക്കുന്ന മത്സ്യവ്യാപാരികളെ സംസ്ഥാന സർക്കാർ തുടർച്ചയായി അവഗണിക്കുന്നുവെന്ന് ആരോപിച്ച് ഓൾ കേരള ഫിഷ് മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രക്ഷോഭ രംഗത്തേക്ക്. ആദ്യഘട്ടമായി 3 മേഖലാ ജാഥകളും തലസ്ഥാന ഭരണസിര കേന്ദ്രത്തിലേക്ക് മാർച്ചും സംഘടിപ്പിക്കും. അതിരപ്പള്ളിയിൽ മസ്തകത്തിലെ മുറിവിനെ ചികിത്സ നൽകി വിട്ടയച്ച ആനയെ നിരീക്ഷിക്കുന്നതിന് വെള്ളിയാഴ്ച വെറ്റിനറി ചീഫ് ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ സ്ഥലത്തെത്തും. വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിനു ശേഷം ഏതു വിധത്തിൽ ചികിത്സ നൽകാമെന്ന് നിശ്ചയിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി ഓഫീസ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം എന്ന വിഷയത്തിൽ പഴയന്നൂരിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ക്യാമ്പയിനിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ മാനവിക വേദിയുടെയും ചാവക്കാട് ഘരാനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 19-ന് ചാവക്കാട് സൂഫി സംഗീത ഗ്രൂപ്പായ ചാറിയാറിന്റെ സംഗീതയാത്ര സംഘടിപ്പിക്കും. സംഗീതയാത്രയുടെ പ്രചരണ ധനസമാഹരണാർത്ഥം ചാവക്കാട് ഘരാന 15-ന് ചങ്ങാതിക്കുറിയും സംഘടിപ്പിക്കും. കടങ്ങോട് മണ്ടംപറമ്പിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ കുറുമ്പൂർ മിച്ചഭൂമി റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.